എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാൻ പറ്റും. ഇന്നലെ ഹെവി മൂവ്മെന്റ് ആയിരുന്നു. ലാസ്റ്റ് ടൈമിലെ നിഫ്റ്റി എക്സ്പീരിയൻസ് കൊണ്ട് ഹെവി മൂവ്മെന്റ് ആയിരുന്നു. അത് വന്നിട്ട് ഇന്നലത്തെ ഹൈയുടെ ഏകദേശം അടുത്ത് വന്നിട്ട് കുറച്ച് ഇറങ്ങി. വലിയ മൈനസ് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറുതായിട്ട് ഇന്നലത്തെ ഹൈന്ന് നല്ല രീതിയിൽ ഇറങ്ങി. പക്ഷേങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇച്ചിരി പ്ലസ്സിലാണ്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, നേരെ ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈയുടെ അവിടുന്ന് 877 640, ഏകദേശം 230 പോയിന്റിനോളം താഴോട്ട് വന്നതിന് ശേഷം പിന്നീട് പോയി ഹൈയിൽ ക്ലോസ് ആകുന്നതാണ് കണ്ടത്. 0.32% പ്ലസ് നിൽക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ മൂവ്മെൻറ്റ് നിഫ്റ്റിക്കകത്തും പിന്നെ ബാങ്ക് നിഫ്റ്റിക്കകത്തും വരും ദിവസങ്ങളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് മിക്കവാറും ബാങ്ക് നിഫ്റ്റി തന്നെ ആയിരിക്കും നിഫ്റ്റിയെ കുറച്ചുകൂടെ മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നാലും ഒരു നിഫ്റ്റി ആണെങ്കിൽ ഒരു 25,500-700 റേഞ്ചിൽ നിന്ന് തിരിച്ചിറങ്ങാനാണ് പ്രതീക്ഷ, ഇറങ്ങുന്നതാണ് പ്രതീക്ഷ. അത് പക്ഷേങ്കിൽ പെട്ടെന്ന് കയറിയില്ലെങ്കിൽ അതിന് ലെവലിന് മുകളിലോട്ടും പോകാൻ ചാൻസ് ഉണ്ട്. കുറച്ച് പതുക്കെ കയറുന്നത് ഒരു 2-3 ദിവസം കൊണ്ട് അല്ലെ ഒരാഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് കയറിയാൽ ചിലപ്പോൾ അവിടുന്ന് ആ റേഞ്ചിൽ നിന്നൊക്കെ പെട്ടെന്നൊരു ഇറക്കം പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്, അതായത് ഫ്രൈഡേ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ നോക്കാം. നമ്മൾ 15 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. 15 ഷെയർ നമുക്ക് നല്ല ചാൻസുകൾ ഒരു 6-7 അതിൽ കൂടുതൽ തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആവറേജിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലുണ്ട്. നമുക്ക് ഏറ്റവും കിടിലൻ ചാൻസ് വന്നത് പ്രീമിയർ പോളിമറുടെ, പിന്നെ കെയ്ൻസ് ടെക്നോളജി, പിന്നെ FDC ഒക്കെ ആവറേജിന് അടുത്തും നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. CG പവർ, ഏതെങ്കിലും 2 ലെവൽ, കല്യാൺ ജ്വല്ലറി, അഡ്വാൻസ്ഡ് എൻസൈമ്, പിന്നെ JBMA, ഹോം ഫസ്റ്റ്, ഇതിനകത്തെല്ലാം നമുക്ക് നല്ല ചാൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു 3-4 ഷെയർ ഞാൻ കാണിക്കാം. ആദ്യം പ്രീമിയർ പോളിമറിൻ്റെ ചാർട്ട് കാണിക്കാം. പ്രീമിയർ പോളിഫിലിം അത് കണ്ടില്ല, ഇന്നലെ അത് അപ്പർ സർക്യൂട്ട് ആയിരുന്നു. ഏകദേശം ഉച്ചയോടടുത്ത് അപ്പർ സർക്യൂട്ട് 11:30 അപ്പർ സർക്യൂട്ട്. ഇന്നലെ തുറന്നിട്ടില്ല. പക്ഷേങ്കിൽ ഇന്നത് ഹൈ ഓപ്പണിംഗ് വന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം R1 പോയില്ല. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ടാണ് ഇറങ്ങി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നോക്കുന്നത് ഒരു ഷെയർ ഓപ്പൺ ആയതിനു ശേഷം ഏത് ലെവലിന് മുകളിൽ പോയതിന് ശേഷമാണ് തിരിച്ചിറങ്ങുന്നത്. ഏത് ലെവലാണോ ഫസ്റ്റ് കട്ട് ചെയ്ത് താഴോട്ട് വരുന്നത്, ആ സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ നോക്കിയിരിക്കരുത്. കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലാഷ് മൂവ്മെന്റ് പോലെ അടിച്ചിട്ട് ചിലപ്പോൾ തിരിച്ച് കയറിപ്പോൾ അങ്ങനത്തെ ഷെയർ നോക്കരുത്. ജസ്റ്റ് നോക്കുക, ഒരു 5-10-15 സെക്കൻഡിൽ ഒരു 1/2 മിനിറ്റ് നോക്കുമ്പോൾ നമുക്ക് ആ കട്ട് ചെയ്തതിൻ്റെ രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ഇത് കട്ട് ചെയ്ത് ഹൈ ഓപ്പണിംഗ് ആണ്, എന്നിട്ട് കണ്ടിന്യൂസ് താഴോട്ടാണ്. അപ്പോൾ നമ്മൾ ഈ 264 റേഞ്ചിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്ര രൂപയായി കിട്ടുന്നുണ്ട്? ഏകദേശം 16 രൂപ പ്രോഫിറ്റ്. ഇത്രയും ചെറിയ ഷെയർ 16 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 5-6% പ്രോഫിറ്റാണ് ആ ഒറ്റ ഷെയറിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളത് നോക്കിയിരുന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. നമ്മുടെ സ്ട്രാറ്റജി കണ്ടിട്ട് പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഇപ്പം ഫ്ലാറ്റായിട്ട് ഓപ്പണിങ് മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ അടുത്ത് വരുമ്പോൾ അത് സെല്ല്, അങ്ങനെയല്ല. ഇതിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് സെല്ല് ചെയ്യേണ്ടത്. പിന്നെ മൂവ്മെൻറ്റ് താഴോട്ട് വന്നതിന് ശേഷം തിരിച്ച് കയറിപ്പോയാൽ നമ്മൾ ഹൈ അടിക്കുന്നത് നോക്കുക. ഹൈ അടിച്ചാൽ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് പോവുകയാണെങ്കിൽ ഹൈ അടിച്ചാൽ അന്നേരം സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറിയേക്കണം. അതിനുശേഷം വെച്ചോണ്ടിരിക്കരുത്. മുകളിൽ നിന്ന് താഴെ വരുമെന്ന് പറയും. നമുക്കറിയത്തില്ല ഏത് ലെവലിൽ പോയിട്ടാണ് പിന്നെ അടുത്ത തിരിയുന്നതെന്ന്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ ലെവലിൽ നമുക്ക് എൻട്രി ചെയ്യാം. നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് പോയാൽ ഇവിടെ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ കുത്തനെ താഴെ പോയാൽ ഹെവി പ്രോഫിറ്റ് ആയിരിക്കും. ഇവിടുത്തെ ചെറിയ ലോസ് നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അതല്ല, തിരിച്ച് വീണ്ടും
ഇതിൻ്റെ ഹൈ ഇതിൻ്റെ ഈ റേഞ്ച് വരെ എങ്ങനെ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക. അവിടെ നേരത്തെ ഹൈ അടിച്ചവർ വീണ്ടും അടിക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ എൻട്രി എടുക്കുക, നേരെ താഴോട്ട് പോകും നല്ല രീതിയിൽ. അപ്പോൾ നമ്മൾ ഒരു സ്ട്രാറ്റജി പഠിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് കുറച്ചൊരു 10-20 ദിവസമെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് കാര്യങ്ങൾ മനസ്സിലായി, ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ചാൻസുകളുണ്ട്. അപ്പം പല രീതിയിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമ്മൾ ഇപ്പോൾ ഈ സ്ട്രാറ്റജി അല്ല, വേറെ ഏത് സ്ട്രാറ്റജി ആണെങ്കിലും നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കോൺഫിഡൻസ് ആകും. മറ്റുള്ളവർ പറയുന്നത്, ഇപ്പം ഞാനൊരു സ്ട്രാറ്റജി പഠിപ്പിക്കുന്നു, അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതും പിന്നെ നിങ്ങളുടേതായിട്ടുള്ള കുറേ സംഭാവനകളിലൂടെ അതിനകത്ത് ചേരുമ്പോൾ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ആക്യുറസിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കോൺഫിഡൻസ് വേണം, കൺട്രോൾ വേണം. സ്റ്റോപ്പ് ലോസ് ഇടാതെ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. എപ്പോഴും പിന്നെ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഇത് ട്രേഡ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പമാണ്, ഇപ്പം നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തെന്ന് വെച്ചാൽ ഈ എൻട്രി എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. ഇത് അടിച്ചാൽ പോക്കോട്ടെ, അടിച്ചു കഴിഞ്ഞാൽ പോക്കോട്ടെ, നമുക്ക് അടുത്ത ലെവലിൽ കിട്ടുമെന്ന് നോക്കാം. അതല്ല തിരിച്ച് താഴെ വന്നാൽ ഇവിടുന്ന് വീണ്ടും എൻട്രി ചെയ്യുക, നമുക്ക് ഇവിടുന്ന് എൻട്രി ചെയ്താൽ നല്ല രീതിയിൽ താഴെ പ്രോഫിറ്റ് കിട്ടും. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാതെ കളിക്കുമ്പോഴാണ് പ്രോബ്ലം. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല, ഇവിടെ ഒരു 100 ഷെയർ അടിച്ചു, നമ്മൾ ഈ ലെവൽ വന്നപ്പോൾ ഇവിടെ 100 അടിച്ചു, പക്ഷേ ഷെയർ താഴോട്ട് ഇറങ്ങുന്നില്ല, പിന്നെയും കയറി പോവാ, ഇവിടെ 100 അടിച്ചു, ഈ ഷെയർ പിന്നെ ഇവിടോട്ട് വരെ വന്ന് ഇവിടെ ക്ലോസ് ആയി അത് കൊടുക്കും, നമുക്ക് ഹെവി ലോസ് ആയി പോകും. നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിട്ടേക്കുക, സ്റ്റോപ്പ് ലോസ് ഇട്ട് വിട്ടേക്കുക. ഈ ലെവലിൽ പോയി താഴെ ഇറങ്ങില്ല, ട്രേഡ് എടുക്കത്തില്ല, ഇവിടെ പോയാൽ എടുക്കത്തില്ല, മുകളിലോട്ട് പോയിട്ട് എടുക്കത്തില്ല. പക്ഷേ ഇത്രയും ഹൈയുടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴെ ഈ ലെവൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ കുത്തനെ ഇടിഞ്ഞ് താഴോട്ടെങ്കിൽ പോലും, ഏത് ലെവലാണ്, ഇപ്പം ഇതാണെങ്കിലും അല്ല അടുത്ത ലെവലിലാണെങ്കിൽ പോലും പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ കുത്തനെ ഇറങ്ങിപ്പോഴും. പക്ഷെ അന്നേരം നമുക്ക് ഇവിടെ വന്നാൽ ചെറിയ ലോസ്, ഇപ്പം നമ്മളിവിടെ 264 അല്ലെ 5 എടുത്തു, നമ്മൾ 260 വരെ വന്നു, കട്ട് ചെയ്തില്ല, തിരിച്ച് നമ്മുടെ എത്രന് പോകും, ഇതിൻ്റെ ഹൈ 273 തോന്നുന്നു. അപ്പോൾ നമുക്ക് 7 രൂപയുടെ ലോസ് വരുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ 7 രൂപയുടെ ലോസ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിട്ടേക്ക് 7 രൂപ ലോസ് ബുക്ക് ചെയ്തിട്ട് ഇത് നേരെ തിരിച്ച് കയറി ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുവാണെങ്കിൽ 79 ഒരു എൻട്രി എടുക്കും, ഇവിടെ 1-2 രൂപ ആയിരിക്കും ചിലപ്പോൾ ഹൈ അടിച്ചേക്കുന്നത്, നേരെ കുത്തനെ ഇത് ഇറങ്ങിപ്പോൾ ഒരു ഷെയർ, അവിടെയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. സ്റ്റോപ്പ് ലോസ് അടിക്കാത്ത എല്ലാ ഷെയറിനകത്തും അടിക്കത്തില്ലെന്നില്ല, ചില ഷെയറിനകത്ത് നമുക്ക് അടിക്കുമ്പോൾ നമ്മളത് കൺട്രോൾ ചെയ്ത് നമ്മളതായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരിക. അതാണ് നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ എല്ലാ ട്രേഡിനകത്തും നമുക്ക് ഹെവി പ്രോഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് വരാമോ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഓരോരോ ഷെയറിനകത്തെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ മാറിക്കൊണ്ടേയിരിക്കണം. നമ്മൾ അതല്ല ഇന്ന് ഞാൻ ഈ R1 അടിച്ച് താഴെ പ്രോഫിറ്റ് എടുത്തോണ്ടേ പോകുന്നു പറഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ചിലപ്പോൾ അത് R2 പോയിട്ടായിരിക്കും ഇറങ്ങുന്നത്. നമ്മൾ R1 അടിച്ച് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ ടൈം അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി, താഴെ വരുവാണെങ്കിൽ തന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും. അത് തന്നെയല്ല, അത് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് ലോസുമായി പോകും. അപ്പോൾ നമ്മൾ മാക്സിമം അത് ട്രേഡിങ്ങിൻ്റെ രീതികൾ പഠിച്ചതിന് ശേഷം നമ്മൾ അതിൽ നമ്മളായിട്ടുള്ള സംഭവങ്ങൾ ഷെയറിനകത്തെ മൂവ്മെൻറ്റുകൾ പഠിക്കുക. അപ്പം ഈ ഒരു ഷെയർ, ഇപ്പം ഈ ഷെയറിന് എക്സാമ്പിൾ, ഈ ഷെയർ വന്നിട്ട് ഹൈ ഓപ്പണിംഗ് ആണ് വരുന്നത്. ഹൈ ഓപ്പണിംഗ് വന്നിട്ട് ഈ ഹൈയുടെ അവിടുന്ന് പെട്ടെന്ന് കുതിച്ച് ഈ റേഞ്ചിലോട്ട് പോയെന്ന് വെച്ചാൽ ഇത്ര 270 എന്നത് 310 പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അതിൻ്റെ ആവറേജ് ഒരു 280-85 ഒക്കെ വരും. അപ്പോൾ 310 അവിടെ വന്നെന്ന് വെച്ചോ, ആ 310 ഒരു 250 ലെവലിൽ നിന്ന് 30% വരുമ്പോൾ 10% ഗ്യാപ്പ് ആവും. ആ ഗ്യാപ്പ് കൂടി കഴിയുമ്പോൾ ആവറേജ് ട്രേഡ് പ്രൈസും സ്പോട്ടിൽ അന്നേരം മാർക്കറ്റ് ഏത് പ്രൈസാണ് നടക്കുന്നത് അത് തമ്മിലുള്ള ഗ്യാപ്പ് ഒരു 5-6% മുകളിലാണെന്ന് ഉറപ്പായിട്ടും അത് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരും. അറ്റ്ലീസ്റ്റ് ആവറേജ് ടച്ച് ചെയ്യാനൊരു വിരവ് വരും. അത് നല്ല ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ 310 വരെ വന്നിട്ടുണ്ടെങ്കിൽ ആവറേജ് 250 ആണെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ 290-91 വരെ വരും. അത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഷെയറിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നല്ല വോളിയുള്ള ഷെയർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ക്വാണ്ടിറ്റി അടിച്ച് ട്രേഡ് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പക്ഷേ ആ സമയത്തെ നമ്മൾ എൻട്രി എടുക്കുന്ന എവിടെ എടുത്താലും നമ്മൾ അന്നേരം വന്ന് ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. അത്രയും മാത്രം സ്റ്റോപ്പ് ലോസ് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക.
നമുക്ക് ഹെവി ചാൻസ് ആണ് പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ആണ് ഈ ഗ്യാപ്പ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗ്യാപ്പ് ഇത്രയും വരുന്ന ഒരു ഗ്യാപ്പ് അത് അഡ്ജസ്റ്റ്മെന്റ് വരും എന്നുള്ളത്. അതായത് ഹെവി മൂവ്മെന്റ് വരുമ്പോൾ സെല്ലിങ് കുറച്ച് വരും. ആ സെല്ലിങ്ങിന്റെ ഒരു ഇത് നമ്മൾ മുതലാക്കുക. ഓക്കെ, അപ്പം അതൊക്കെ കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ അടുത്ത ഷെയർ ഇതിനകത്ത് നമുക്ക് ഇപ്പം JBMA എന്ന് പറയുന്ന ഷെയർ, JBMA ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെയാണ്. അതിനുശേഷം കുറച്ച് മുകളിൽ പോയി തിരിച്ചിറങ്ങി. നമ്മളിവിടെ ഒന്നും ചെയ്തില്ല. അതിൻ്റെ ശേഷം അതൊരൊറ്റ വരവാണ് മേപ്പോട്ട് വന്നത്. ഇത് പ്രീവിയസ് ഡേ R1 പ്രീവിയസ് ഡേ ഹൈയും കട്ട് ചെയ്ത്, പ്രീവിയസ് ഡേ കട്ട് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങി. പെട്ടെന്ന് ഇവിടെ ഒരു ഫ്ലാഷ് അടിക്കുന്ന പോലെ ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എൻട്രി കിട്ടത്തില്ല. നമുക്ക് പക്ഷേ ഇവിടെ എൻട്രി കിട്ടും. നമ്മൾ ഈ 2075 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 2039 ഈ ഏകദേശം 35 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 35 അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നവർക്കാണെങ്കിൽ നല്ല പ്രോഫിറ്റാണ്, ഹെവി പ്രോഫിറ്റാണ്. 35 രൂപ മോശമല്ല, നല്ല പ്രോഫിറ്റാണ്. വലിയ ഷെയർ ആണെങ്കിലും നല്ല പ്രോഫിറ്റാണ്. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കി, ലാസ്റ്റ് ടൈം വരെ അവിടെ കിടന്ന് നിരങ്ങുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് പിന്നെ മൂവ്മെൻ്റ് ഇല്ല. അതുപോലെ വേറൊരു ഷെയർ കെയ്ൻസ് ടെക്നോളജി. കെയ്ൻസ് ടെക്നോളജി ഓപ്പണിംഗ് ക്യാൻഡിൽ ഇത്രയും ഡൗണിൽ നിന്ന് ഒറ്റയടി തന്നെ ഈ CPR ഹൈഡ് ചെയ്യാൻ കാണാം. പ്രീവിയസ് ഡേ ഹൈയുടെ മൂടിലടിച്ചു, കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇവിടെ 5344, ഇന്നലത്തെ ഹൈ 1324 കാണണം. അപ്പോൾ അതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു എൻട്രി എടുത്താലും നല്ല ഹെവി പ്രോഫിറ്റാണ് ഒറ്റയടിക്ക് വരുന്നത്. നമ്മൾ 322 എടുത്താൽ നമുക്ക് 143 വരെ വരുന്നുണ്ട്. 141 പറയുമ്പോൾ ഏകദേശം 180 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ വൺ സൈഡ് മൂവ്മെന്റ് മുകളിലോട്ട് പോയി. ഇതിനകത്ത് നമ്മൾ 20 MA വെച്ച് വേണമെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഇവിടെയാണ് 20 MA ചാൻസ് എടുക്കുന്നത്. ഇവിടുന്ന് ഒരു ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്ത് അത് ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് എത്രയാണ്? നമ്മളിവിടെ ഒരു 5195 എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് 5174 താഴെ കിട്ടും. അത് അവിടുന്ന് ആ ഒരു 10-15 രൂപയുടെ റിസ്ക് എടുക്കുന്നവർക്ക് നോക്കിയേ, 5175 എന്നത് ഹൈ അടിച്ചത് 5505 8 വരെയും കണ്ടു വന്നു. ഹെവി പ്രോഫിറ്റാണ്. പക്ഷെ അത് നോക്കിയിരിക്കുന്നവർക്ക് നല്ല ചാൻസ് കിട്ടും അവിടെ. നമ്മളത് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രമല്ല. ഇവിടെ പ്രീവിയസ് ഡേ ഹൈ നല്ലൊരു 180 രൂപ പ്രോഫിറ്റ്, അതിനുശേഷം ഇവിടുന്ന് 20 MA വരെ നല്ലൊരു ബൈങ്, അതിനുശേഷം തന്നെ ഇവിടെ ഹൈ അടിച്ചു, തന്നെ ഇവിടെ കട്ട് ചെയ്തു. 5415 ഒരു എൻട്രി എടുത്താൽ 5415 എൻട്രി എടുത്താൽ നോക്കി 5479 വരെ വന്നു. പക്ഷേങ്കിൽ ഹൈ അടിച്ചില്ല, തിരിച്ചിറങ്ങി. 5412 എടുത്തവർക്ക് 5300 വരെ വന്നു. ഞാൻ ഇവിടെയാണ് ഒരു എൻട്രി എടുത്തത്. പക്ഷെ ഒരു 40 ഷെയർ 1000 രൂപ എങ്ങാണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ അത് വെയിറ്റ് ചെയ്താൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കി ചെയ്താൽ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. വേറെ ഷെയർ CG പവർ എന്ന് പറയുന്ന ഷെയർ, CG പവറൊക്കെ ഹൈയുടെ അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങി പോവുക ചെയ്തു. പക്ഷേ നമ്മളിവിടെ ഈ അടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് അഥവാ വീക്ക്നെസ് പോലെ തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് മാത്രം ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. വേറെ ഇതിനകത്തുണ്ട്. ഒത്തിരി ടൈം ആവുമല്ലോ, അതുകൊണ്ട് നമുക്ക് നാളത്തെ ഷെയർ നോക്കാം. തിങ്കളാഴ്ച തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഷെയറുകളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ നമുക്ക് യഥാർത്ഥം എന്ന് പറയുന്ന ഷെയർ നോക്കിയാൽ അറിയാം. ലാസ്റ്റിലത്തെ ഷെയർ 9482 R1 ആണ്. അതിനെക്കാട്ടി കൂടുതലാണ് ഹൈ ഇന്നത്തെ. അപ്പോൾ ഈ രണ്ട് ലെവലിനും മുകളിൽ പോയതിന് ശേഷം ഈ 97 താഴോട്ട് നമുക്ക് ചാൻസ് എടുക്കാം, അവിടെ എൻട്രി എടുക്കാം. ഈ രണ്ട് ലെവലിനും താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് താഴോട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കെയ്ൻസ് ടെക്നോളജി എന്ന് പറയുന്ന ഷെയർ, ഇതിന് ആവറേജ് ട്രേഡ് പ്രൈസ് 5345 ആണ്. ഒരു ഹെവി മൂവ്മെന്റ് കിട്ടിയാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെവി മൂവ്മെന്റ് ആവറേജും പ്രീവിയസ് ഡേ ഹൈയും തമ്മിൽ ആവറേജ് അല്ല, R1 പ്രീവിയസ് ഡേ ഹൈയും തമ്മിൽ ഏകദേശം അടുത്ത ഇന്നും അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ രണ്ട് ലെവൽ വന്നിട്ട്
കല്യാൺ ജ്വല്ലറിയുടെ നോക്കിയാൽ അറിയാം, ഹൈയും R1 തമ്മിൽ അടുത്താണ്. ഈ 2 ലെവൽ അതിനകത്തും മുകളിലത്തെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ 2 ലെവലും തട്ടി താഴെ പോവുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലുണ്ട്. അതല്ല ഈ ഷെയർ ഈ ആവറേജിൽ അത് മെയിൻ ആവറേജിന് മുകളിൽ ട്രേഡ് ആയതിനു ശേഷം വീക്ക് ആവുകയാണെങ്കിൽ ഈ ആവറേജ് താഴെ വരുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. കാബ്ര എന്ന് പറയുന്ന ഈ ഷെയറും ഈ R2 വന്നിട്ട് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. R2ന് ഒരു 505 506 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഹോം ഫസ്റ്റിനകത്ത് ലാസ്റ്റ് സെല്ലിങ് വന്നു. ഹോം ഫസ്റ്റിനകത്ത് ഈ ആവറേജിൽ നിന്ന് നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഈ ആവറേജ് ഇന്നത്തെ ലാസ്റ്റ് മൂവ്മെന്റ് വീക്കാണ് ആ ഷെയർ. അപ്പോൾ ആ ഷെയറിനകത്ത് ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഹോം ഫസ്റ്റില് IIFL ഈ R1 റേഞ്ചിൽ നിന്ന് അല്ലെ 550 ഒക്കെ പോയിട്ട് 542 താഴെ വരുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഈ PTC എന്ന് പറഞ്ഞ ഷെയർ ഈ R1 ലെവലിൽ നിന്ന് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ എൻട്രി എടുക്കാം. പക്ഷേ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടുന്നത് ഈ R2 ലെവലിൽ ആയിരിക്കും. ഓക്കെ, കാരണം എപ്പോഴും ഒരു 5% മുകളിൽ 5 അതിന് മുകളിലോ % ഉള്ള റേഞ്ചിൽ നിന്നുള്ള ലെവലിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടുന്നത്. പിന്നെ ടൈം ടെക്നോ ശ്രദ്ധിച്ചാൽ മതി. ഇത് ഈ ഓപ്പണിംഗ് ഈ ആവറേജിന് താഴെ പോയി ഈ ആവറേജ് കയറുവാണെങ്കിൽ ബൈ ചെയ്യാൻ പറ്റും ഷെയർ ടൈം ടെക്നോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ന്യൂജൻ എന്ന് പറയുന്ന ഷെയർ പ്രീവിയസ് ഡേ ഹൈയോ എനിക്ക് R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. R1ന് മുകളിൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങുന്നതുകൊണ്ട് നല്ലൊരു ചാൻസ് സെല്ലിങ്ങിന് എടുക്കാം. അതുപോലെ ജൂബിലന്റ് ഫാർമ ഇപ്പൊ ഇത് നാളെ ഇത് തിങ്കളാഴ്ച ഇത് ഒരു 1210 പോയിട്ട് 1200 താഴെ വരുവാണെങ്കിൽ നമ്മൾ ഹൈയും ഇതിന്റെ ലെവലുകളൊന്നും നോക്കണ്ട. നമ്മൾ ആ ഹൈയുടെ മുകളിൽ ഇട്ടിട്ട് 1200 താഴെ ഒരു എൻട്രി എടുക്കാൻ ചാൻസ് എടുക്കുക അവിടെ. അതുപോലെ ലെവൽ വന്ന് ഇറക്കിയിട്ടാണ് ഏറ്റവും നല്ലത്. JC ഹൗസിംഗ് ഫൈനാൻസ് ഈ R1 ലെവലിൽ വന്നിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ വന്നാലും എടുക്കുന്നതിന് കുഴപ്പമില്ല. 41 ഹാർഡ്വിൻ എന്ന് പറയുന്ന ഈ ഷെയർ ഈ ലെവലിലോട്ട് നോക്കുക. നല്ല വോളിയം ഉണ്ട്. അപ്പം ഈ ലെവലിൽ നിന്നൊക്കെ ഇറങ്ങിയാൽ R1 ഇറങ്ങിയാൽ നല്ലൊരു ചാൻസ്. നമ്മൾ അതിനകത്ത് ഇതിന് ചെറിയ ഷെയർ 1000 2000 ക്വാണ്ടിറ്റി ഒക്കെ അടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ₹1 കവർ ചെയ്യാൻ പറ്റും. ഈ ഷെയർ ഇത് 11 മൈനസ് കാണിക്കുന്നതിൽ ആക്ച്വലി ഇത് 16% അപ്പാണ്. കാരണം ഇതിനകത്ത് എനിക്കൊന്ന് ബോണസ് ഏതാണ്ടുണ്ടായിരുന്നു. ബോണസ് കൊടുത്തതിൻ്റെ ഇതുകൊണ്ടാണ് ഇത് ബോണസിന്റെ റേഞ്ച് വെച്ച് നോക്കിയാൽ 16% അപ്പാണ്. ബയോഫിൽ കെമിക്കല് നോക്കുക. ഈ R1 റേഞ്ച് ഒന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാം. അപ്പോൾ നാളെ തിങ്കളാഴ്ച എല്ലാവർക്കും നോക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. കറക്റ്റ് റേഞ്ചുകൾ വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക. നല്ല ചാൻസ് കിട്ടുമ്പോൾ എൻട്രി എടുത്ത് പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.